ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ. മീൻ പൊതുവേ ഞാൻ ചെറിയ ചെറിയ മീനേ കഴിക്കാറുള്ളൂ കേട്ടോ, വലുതൊന്നും കഴിക്കാറില്ല. മാക്സിമം അയല വരെയുള്ളത് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ കേട്ടോ. അതിലെൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നതാണ് ഈ കൊഴുവ അല്ലെങ്കിൽ നെത്തോലി, വേളൂരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളതിങ്ങനെ പീര വറ്റിച്ചിട്ടുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഇഷ്ടമില്ലാത്തവർ വളരെ ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ അല്ലേ. പിന്നെ പോരാത്തതിന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മുള്ളോടുകൂടി കഴിക്കാം. മുള്ളോടുകൂടി കഴിക്കുമ്പം കാൽഷ്യം നല്ലോണം കിട്ടുന്നല്ലേ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വേളൂരി പീര വറ്റിച്ചത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ കണ്ണൂർക്കാരുണ്ടാക്കുന്ന സ്റ്റൈലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതേ വേളൂരിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു കുഞ്ഞൻ മത്തിയും കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ. അതും കുഴപ്പമില്ല, അത് അവിടെ ഇരുന്നോട്ടെ. അതും കൂടെ നമ്മൾ പീര വറ്റിക്കാറുണ്ടല്ലോ. അപ്പം ഞാനിതേ കൊണ്ടുവന്നതിൽ പകുതി ഞാൻ വറക്കാൻ എടുത്ത് വെച്ച് ബാക്കി പകുതി മാത്രമാണ് ഉണ്ടാക്കുന്നത്. കാരണം കുട്ടികളൊന്നും കഴിക്കില്ല കേട്ടോ, ഞാൻ ഹസ്ബൻഡ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പം ഞങ്ങൾക്കുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആവശ്യത്തിന് കഴുകി വൃത്തിയാക്കി എടുത്തതിനകത്തോട്ടേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു ഞാനിപ്പോഴേ. അത് കഴിഞ്ഞത് 2 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി പൊടിയായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിയായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കത് കടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് വല്ലാണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചി പൊടിയായിട്ട് തന്നെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ്, അതില്ലാതെ ഒരു ജീവിതം എനിക്കില്ല എന്ന് പറഞ്ഞ പോലെ. കറിവേപ്പില ഇപ്പോൾ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളി, ഒരു 5-6 ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു പുളിങ്കുരു വലിപ്പത്തിൽ മാത്രം പുളി പിഴിഞ്ഞതിൻ്റെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതിന് അത്രയും പുളി മതിയേ. അപ്പോൾ ഇത്രയൊക്കെ റെഡിയാക്കി ഉടനെ തന്നെ നമ്മൾ അരപ്പും കൂടി ചേർത്തിട്ടാണ് വേവിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ വേളൂരി ഇതിനൊക്കെ വേവ് കുറവായതുകൊണ്ട് തന്നെ അരപ്പും കൂടെ ചേർത്തിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആവശ്യമുള്ള നാളികേരം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു അരക്കപ്പോളം നാളികേരം എടുത്തിട്ടുണ്ട്. 1/4 കപ്പോളം നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/4 കപ്പോളം തന്നെ നമ്മുടെ വേളൂരി ഉണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം. പലരും ചോദിക്കാറുണ്ട് മീൻകറിയിലൊക്കെ ജീരകം ചേർക്കും. ഞങ്ങൾ കണ്ണൂർ കാസർഗോഡ് ജില്ലക്കാർ ചേർക്കാറുണ്ട് കേട്ടോ. എൻ്റെ എല്ലാ റെസിപ്പിയിലും ഞാൻ പറയുന്നതാണ്. 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്, കാരണം പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ അതേ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മതിയാവും കേട്ടോ. പിന്നെ ഈ ഒരു കറിക്ക് എന്ന് പറഞ്ഞത് ചിലർ മുളക് പൊടി ചേർക്കാതെ പച്ചമുളക് മാത്രം അരച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഈ മുളക് പൊടി ചേർത്തിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞങ്ങളൊരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇത് ഞങ്ങളുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഈ വെളുത്തുള്ളി ചേർക്കുന്ന പരിപാടി. ഞങ്ങൾ ഈ വെളുത്തുള്ളി ചേർക്കും കേട്ടോ, ചതച്ചിട്ടാണ് ചേർക്കുക. അപ്പോൾ ഇത് പിന്നെ ചതക്കുന്ന തേങ്ങ ആയതുകൊണ്ട് നമ്മൾ അതും കൂടെ ഒപ്പം ചേർക്കുന്നുണ്ട്. ഒരു 2-3 വലിയതാണെങ്കിൽ 2-3 അല്ലി മാത്രം മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് കുഞ്ഞല്ലി ആയതുകൊണ്ട് ഒരു 4-5 ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കുരുമുളക് പൊടി ചേർക്കുന്നത് നമ്മൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് നമ്മുടെ ആയുർവേദ മരുന്നൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നോൺ തന്ന് തുടങ്ങും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു നെത്തോലി അല്ലെങ്കിൽ വേളൂരി ഈ പീര വറ്റിച്ചത് അത് കുരുമുളക് മാത്രം ചേർത്തിട്ട് പീര വറ്റിച്ചിട്ടാണ് കേട്ടോ പ്രസവിച്ച് കഴിഞ്ഞ സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. അതായത് കാൽഷ്യം ഒരുപാട് കിട്ടാൻ, മുലപ്പാലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള അന്നേരം ആ ഒരു സമയത്തുള്ള റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. പക്ഷേ ആ സമയത്ത് കുരുമുളക് മാത്രമേ ചേർക്കുള്ളൂ, പച്ചമുളകും മുളക് പൊടിയൊന്നും ചേർക്കില്ല കേട്ടോ. അപ്പം ഞാനിതേ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് അത് തരിപ്പായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചതഞ്ഞിരിക്കുകയുള്ളൂ കേട്ടോ, മുഴുവനായി അരയാൻ പാടില്ല. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ജീരകമൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ചതഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചതച്ചെടുത്തതൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ ജാറ് കഴുകിയിട്ട് വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. പീര വറ്റിച്ചെടുക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല കൊഴുവ് ഒരുപാട് വേവില്ലാത്തതാണ്, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. പോരാത്തതിന് നാളികേരത്തിലുള്ള വെള്ളവും ചെറിയ ഉള്ളിയിലൊക്കെ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ജാറ് കഴുകി മാത്രമുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള ഉപ്പ് നമ്മൾ മീനിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരപ്പിനുള്ള ഉപ്പ് നമ്മൾ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം, അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പം ഞാനെല്ലാം കൂടി മിക്സ് ചെയ്ത് പിന്നെ കറി വെന്ത് കഴിയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അരപ്പ് ഞാൻ ഉപ്പ് ചേർത്ത്. അപ്പോൾ അതിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ഞാൻ പിന്നീട് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മിക്സിങ് നന്നായിട്ട് ഇപ്പം തന്നെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കൊഴുവ് ജസ്റ്റ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും തന്നെ വെന്ത് കിട്ടും. പിന്നെ നമുക്കത് ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാം പൊടിഞ്ഞു പോകും. അപ്പം പൊടിയാതിരിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഇപ്പം നന്നായി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നല്ല പോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് അവിടെ വെച്ചിട്ട് അങ്ങനെ തന്നെ നമുക്ക് അടുപ്പത്ത് വെച്ചെടുക്കാം കേട്ടോ. അതായത് ഒരുപാട് ഇളക്കി കളിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നേരത്ത് ഉപ്പും കൂടി നമ്മളൊന്ന് നോക്കണം. ഞാനത് നോക്കാൻ വിട്ടു പോയിരുന്നു. അപ്പോൾ ഇതേ നേരെ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട, നമ്മളിത് അങ്ങനെ തന്നെ അടച്ച് മൂടി വെക്കാം. ആദ്യം ഒന്ന് തിള വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് തീ വെച്ച് കൊടുക്കാം. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ കൊഴുവയുടെ ഒരു ഭാഗം മൊത്തം വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് പതുക്കെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഒരുപാട് അങ്ങ് ഇളക്കി കളിക്കാനൊന്നും പാടില്ല. നമ്മളിങ്ങനെ വേവാത്ത ഭാഗങ്ങൾ നോക്കിയിട്ട് ഇപ്പോൾ ഇത് ഈ ഒരു ഭാഗം വെന്തിട്ടില്ല, അപ്പോൾ ആ ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക. അത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇളക്കിയെടുക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ എല്ലാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ബാക്കി വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് നേരമൊന്നും എടുക്കില്ല, കാരണം അത്രയ്ക്ക് വെള്ളമൊന്നും ഇല്ല ഇതിനകത്ത്. മാത്രമല്ല നമ്മൾ ചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന വെള്ളം അവിടെ നിന്ന് വറ്റിക്കോളൂ കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റും കൂടി ഈ ഒരു ഭാഗം കൂടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കൊഴുവയൊക്കെ പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മുടെ കൊഴുവയൊക്കെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ വേവുന്നതാണ് കേട്ടോ കൊഴുവ, നെത്തോലി അല്ലെങ്കിൽ വേളൂരി. അപ്പോൾ ഇതേ നന്നായി ഇളക്കിയിട്ടൊന്നും ഇതാക്കരുത്. ഇതാ കണ്ടല്ലോ, നന്നായിട്ടെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. എനിക്ക് കറിവേപ്പില ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറികളിലും തോരനിലൊക്കെ കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണ. നമുക്ക് പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ഒരു സ്മെല്ലാണ് കേട്ടോ ഈ കറിക്ക് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്, അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊഴുവ നോക്കൂ, നന്നായിട്ട് അധികമൊന്നും പൊടിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഇത്തിരി വെള്ളം നിങ്ങളതിൽ കാണുന്നുണ്ടാവും, കുഴപ്പമില്ല, നമ്മൾ സെർവ് ചെയ്യാനാകുമ്പോഴേക്കും അതൊക്കെ വറ്റിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മുടെ വെള്ളമൊക്കെ കറക്റ്റായിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മുടെ കൊഴുവ നമ്മൾ പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു സംഭവം മാത്രം മതി കേട്ടോ. സോറി, ചോറുണ്ണാൻ വേണ്ടിയിട്ട് വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ആ തേങ്ങ, അതിനകത്തുള്ള തേങ്ങയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വെളുത്തുള്ളി ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് വരുമ്പം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കിടിലൻ സംഭവമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.